ഒന്ന് ആശുപത്രി പോയി നോക്കാന്ന് പറഞ്ഞ അച്ഛൻ എന്താ കേൾക്കാത്തത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. 1-2 തവണ ആവി പിടിക്കുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും. അച്ഛൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അസുഖം വന്ന ഡോക്ടറെ അടുത്ത് കാണിച്ച് മാറ്റണ്ടേ? അല്ലാതെ സ്വയം ചികിത്സിച്ചാ മതിയോ? പറഞ്ഞു എല്ലാരും കൂടി എന്നൊരു മഹാരോഗി ആക്കാതെ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. നീ കേട്ടല്ലോ? ശ്രുതി, അച്ഛാ, ദേ രഘു അങ്കിള്. എന്ത് പണിയാ സാറേ നിങ്ങളെല്ലാരും കൂടി കാണിച്ചത്? എങ്ങോട്ടാ നിങ്ങളെല്ലാരും കൂടി പോയത്? എത്ര നാളായി രാവും പകലും ഞങ്ങൾ അന്വേഷിച്ച് നടക്കാണെന്നറിയോ? ഒന്ന് വിളിക്കുകൂടി ചെയ്യാതിരുന്ന എന്താ? സത്യം പറഞ്ഞ ഒന്നും മിണ്ടാതെ നിങ്ങളുടെ കുടുംബം പോയതിനു ശേഷം അച്ഛൻ ഇതുവരെ ഓക്കെ ആയിട്ടില്ല. സുഖാണോ എല്ലാവർക്കും? നിത്യമോൾക്ക് എങ്ങനെയുണ്ട്? എവിടെയാ എല്ലാരും ഇപ്പോ? എനിക്കറിയില്ല ശിവാനന്ദ. രഘു അങ്കിള് ഇവിടെ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്കിള് ജയിലിലായിരുന്നു. ഒന്നും എനിക്കറിയാൻ പറ്റില്ല. യുദ്ധത്തടവുകാർക്ക് വിധിച്ച ഇരുട്ടിൽ കിടക്കുമ്പോ കുടുംബത്തെക്കുറിച്ച് ഓർക്കാൻ മാത്രമേ പറ്റൂ. ആരോട് എന്ത് ചോദിക്കാം? ചോദിച്ചാൽ തന്നെ ആര് പരിഗണിക്കാൻ? അല്ല, നിത്യമോള് നിങ്ങളെ വിളിച്ചു കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നിത്യേച്ചി ഞങ്ങളെ വിളിച്ചിട്ടില്ല. ജീവൻ ചേട്ടന്റെ ഫോണിലടക്കം എല്ലാ ഫോണിലും ഞങ്ങൾ മാറി മാറി വിളിച്ചു. ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സാറേ, ഏട്ടൻ പോയപ്പോ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നത് മുൻപത്തെ പോലെ ആയിരുന്നില്ല. ഏട്ടൻ നോക്കി നടത്തിയിരുന്ന പോലെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമെന്ന്. പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൾ കാണാൻ പറ്റില്ലല്ലേ? ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇതിനു മുമ്പ് വന്നവർക്കാർക്കും അതിനൊരു കുറവില്ലായിരുന്നു. സിനിമ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. അന്ന് ഡയലോഗ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ശരി സർ. ആക്ഷൻ. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചവളാ ഞാൻ. തിരിച്ചടികളല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം, എന്റെ ഉള്ളിൽ കെടാതെ കിടക്കുന്ന തീ ഒരു ദിവസം ആളിക്കത്തും. ആ വെളിച്ചത്തിൽ ഈ ലോകം തന്നെ ഞാൻ കീഴടക്കും. ഇത് കൊള്ളാലോ അല്ലേ സാറേ? ഈ കുട്ടി പക്കയാണോ?
യു ആർ സെലക്ടഡ്. താങ്ക് യു സർ. ഇദ്ദേഹമാണ് നമ്മുടെ പ്രൊഡ്യൂസർ വിഷ്ണുവർദ്ധൻ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചോളൂ. സർ, എന്റെ ക്യാരക്ടർ ഇത് 2 പെൺകുട്ടികളുടെ സർവൈവലിന്റെ കഥയാണ്. 2 പേരും ഹീറോയിൻസാ. അതിലൊന്നാണ് വീണ. എന്നാൽ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ സാർ? ആയിക്കോട്ടെ.